അത്രയും കൊടുത്തല്ലോ, നന്ദി. തിരുവനന്തപുരം നഗരത്തിൽ വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരുന്നു? 3-ാം സ്ഥാനത്തായിരുന്നില്ലേ? അവിടെ നിന്നല്ലേ 1-ാം സ്ഥാനത്ത് വന്നത്. ഇപ്പൊ പിടിച്ചടക്കി എന്ന് പറയുന്ന ബി.ജെ.പിക്ക് LDF-നേക്കാൾ വോട്ട് കുറവാ തിരുവനന്തപുരം നഗരത്തില്. വളരെ പിന്നിലാണ് UDF. അപ്പൊ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിജയമാണ് എന്ന് UDF പറയുന്നു. BJP വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങ് തദ്ദേശ വകുപ്പിന്റെ മന്ത്രി കൂടി ആയതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ എങ്ങനെയാണ്? ഞാനിപ്പോ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറിയെന്നും മൗനം പാലിച്ചു എന്നൊക്കെ പറയാനിടയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ 2021 ഇടതുപക്ഷത്തിന് മഹാവിജയമാണ് ഉണ്ടായത്. ചരിത്ര വിജയമാണ് LDF-നുണ്ടായത്. ആ വിജയം തവണ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ റിസൾട്ട് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ അതേസമയം തന്നെ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ബഹുദൂരം മുന്നോട്ട് വന്നു എന്നുള്ളതല്ലേ കണക്കുകൾ കാണിക്കുന്നത്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഒരു പത്രം തിരുവനന്തപുരം നഗരത്തിലെ കണക്കുകൾ പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഉള്ളിലെ പേജിൽ കൊടുത്തതായിട്ട് കണ്ടു. അത്രയും കൊടുത്തല്ലോ, നന്ദി. തിരുവനന്തപുരം നഗരത്തിൽ വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരുന്നു? 3-ാം സ്ഥാനത്തായിരുന്നില്ലേ? അവിടെ നിന്നല്ലേ 1-ാം സ്ഥാനത്ത് വന്നത്. ഇപ്പൊ പിടിച്ചടക്കി എന്ന് പറയുന്ന ബി.ജെ.പിക്ക് LDF-നേക്കാൾ വോട്ട് കുറവാ തിരുവനന്തപുരം നഗരത്തില്. വളരെ പിന്നിലാണ് UDF. അപ്പൊ ആരുടെ വോട്ടാണ് ബി.ജെ.പിക്ക് ഈ മുന്നേറ്റത്തിന് സഹായകരമായി മാറിയെന്നും കൂടി കാണുന്നുണ്ട്. പിന്നെ ബി.ജെ.പി വലിയ മുന്നേറ്റം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഒരു പത്രം, അതിലും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 അസംബ്ലി മണ്ഡലങ്ങളിലെ LDF-ന് ലീഡുള്ളൂ എന്ന് പറഞ്ഞ അതേ പത്രം തന്നെ ഇന്നലെ ഗ്രാമ കോർപ്പറേഷൻ വാർഡ് കണക്ക് വെച്ചിട്ട് 58 ലീഡുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 19 നിന്ന് 58 കുതിച്ചുചാട്ടമാണല്ലോ അങ്ങനെ വരുമ്പോ അവര് പറഞ്ഞനുസരിച്ച് ഉണ്ടാവുന്നത്. ഇന്നൊരു കണക്ക് വന്നിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ, ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷൻ മുനിസിപ്പൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ 64 അസംബ്ലി മണ്ഡലങ്ങളിൽ LDF-ന് ലീഡുണ്ട്. അപ്പൊ ഒരു കാര്യം ശരി, നിങ്ങൾ പറയുന്നൊരു കാര്യം, 2021 മഹാവിജയം അതുപോലെ ആവർത്തിക്കാനായിട്ടില്ല. പക്ഷേ ഇപ്പോഴും വോട്ടിന്റെ കണക്ക് അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് നോക്കിയാൽ ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമാണ്. പതുക്കെ ആണെങ്കിലും നിങ്ങളിൽ പലരും അത്ര പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഈ കാര്യം ഇപ്പൊ പറയാൻ തുടങ്ങി എന്നുള്ളത് നല്ല കാര്യം. കാരണം പറയാതിരിക്കാനാവില്ല, അത് വസ്തുതയാണ്. അപ്പോ ഉണ്ടായ തിരിച്ചടിയൊന്നും ഞങ്ങൾ ആരും കാണാതിരിക്കുന്നില്ല. ഞങ്ങളും നിങ്ങളും പ്രതീക്ഷിച്ച, ഒരുപക്ഷെ പ്രതിപക്ഷവും പ്രതീക്ഷിച്ച വലിയ വിജയം ഇത്തവണ ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് എന്തോ ഭയങ്കര തിരിച്ചടി ഉണ്ടായെന്ന് തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ മഹാവിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അത് ചരിത്ര വിജയം എന്നൊക്കെ പറഞ്ഞത്. അതെപ്പോഴും അതേപോലെ തന്നെ ആവർത്തിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ വിജയത്തിന് അർഹരാണ് എന്ന് എതിർക്കുന്നവർക്കും തോന്നലുള്ളത് കൊണ്ടാണല്ലോ അവര് അത് പ്രതീക്ഷിച്ചത്. ഇവരതുപോലെ തന്നെ ഇത്തവണയും ജയിക്കും എന്ന് പ്രതീക്ഷിച്ചു. കാരണം അത്രയും നല്ല വർക്ക് ഒരു ഗവൺമെന്റ് നടത്തി. സർക്കാരിന്റെ പ്രകടനം, പെർഫോമൻസ് പരിഗണിച്ചാണെങ്കിൽ ഇവർ ഈ മഹാവിജയം ആവർത്തിച്ചു കളയുമോ എന്ന ആശങ്ക ഞങ്ങൾ എതിർക്കുന്നവർക്കുണ്ടായിരുന്നു. അത്രത്തോളം വന്നില്ല എന്നതിന്റെ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ ഭയങ്കര രാഷ്ട്രീയ വിജയമുണ്ടായി എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിന്റെ കാരണം.